ഡോക്ടർ, ഇപ്പൊ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് വ്യായാമം ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ളത്. അതിന്റെ പുറകിലുള്ള ശരിക്കുള്ള വാസ്തവം എന്താണ്? വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇത് വിൽ ഡിവൈഡ് ഇൻ ടു സെക്ഷൻസ്. 40 ഇയേഴ്സിന് താഴെയും 40 ഇയേഴ്സിന് മേലെയും. 40 ഇയേഴ്സിന് താഴെയാണെങ്കിൽ കോസ് വേറെയാണ്. ആ മെയിൻ കാരണം അരിത്മിയാസ് എന്ന് പറയും. അതായത് ഹാർട്ടിൻ്റെ മിടിപ്പിൻ്റെ വേഗത വല്ലാതെ കുറയുക അല്ലെങ്കിൽ വല്ലാതെ കൂടുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് സംഭവിക്കുക, അങ്ങനെ കുഴഞ്ഞു വീഴുക, മരിക്കുക. അതൊന്ന്. സെക്കൻഡ് എന്ന് പറയുമ്പോഴേക്കും ജന്മനാ ഉള്ള വൈകല്യമുള്ള ഹാർട്ടാണെങ്കിൽ, ഇത് അറിയാണ്ട് പോവുകയാണെങ്കിൽ ആ സമയത്ത് അത് അൺമാസ്ക് ചെയ്യപ്പെടും. ഇതുവരെയുള്ളത് ഹൃദയഭിത്തിയിലുള്ള തടിപ്പുണ്ടെങ്കിൽ ഇതുവരെ സംഭവിക്കാം. 40 ഇയേഴ്സിന് മേലെ ആകുമ്പോഴേക്കും മെയിൻ റീസൺ ഈസ് ഹാർട്ട് അറ്റാക്ക്. അതിൽ ഈ കൊറോണറി ആർട്ടീസ് എന്ന് പറയും, ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള ബ്ലോക്ക് വന്നിട്ട് പെട്ടെന്ന് ഇതുപോലെ അരിത്മിയാസ് സംഭവിച്ചിട്ട് മരിക്കുക. പിന്നെ കോമൺ കോസ് വേറെ പറയുമ്പോൾ ഹീറ്റ് സ്ട്രോക്ക്. അമിതമായ ഉഷ്ണത്തിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും ആ പേഷ്യൻസ് പെട്ടെന്ന് പോലെ അരിത്മിയാസ് വരിക, ഹാർട്ട് ഫെയിലർ വരിക, ബ്രെയിൻ ഫെയിലർ ആവുക, ലങ് ഫെയിലർ ആവുക, ഇങ്ങനെ മരണം സംഭവിക്കും. പിന്നെ അന്യൂറിസം റപ്ചർ എന്ന് പറയും, അതിലും ഇത് സംഭവിക്കുന്നുണ്ട്. പിന്നെ അക്യൂട്ട് സിവിയർ ആസ്മ ഉള്ളവർ ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് ഓക്സിജൻ കുറഞ്ഞിട്ട് മരണം സംഭവിക്കാം. ഇതൊക്കെയാണ് കോമൺ റീസൺസ് ഉള്ളത്.